ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ആവണി സ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ, നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലുള്ളത് ഒരു ഗ്രീൻ നെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ നെറ്റ് വെച്ച് നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നല്ല, അപ്പോൾ എല്ലാം ഒന്ന് കണ്ടാലോ. അപ്പോൾ അതാ നമുക്കിനി അധികം ടൈം വേണ്ട, നമുക്ക് നേരെ പോവാം. കുറച്ച് ദൂരം നടന്നിട്ട് അപ്പോൾ കുറച്ച് ദൂരം നടന്നപ്പോഴാണ് നമ്മൾ പുറകിലേക്ക് ജസ്റ്റ് നോക്കിയപ്പോൾ നമ്മുടെ വീട് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഇതുവരെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ടില്ലേ കാണിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ടോട്ടലി മൊത്തത്തിലൊരു പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലോട് ചേർന്ന് തൊട്ട് പുറകിലായിട്ട് ഫുള്ള് വാഴയൊക്കെ ആയിട്ട് അവിടെ സ്പ്രിംഗ്ലറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്പ്രിംഗ്ലറൊക്കെ വെച്ച് നമ്മുടെ വാഴയൊക്കെ നനഞ്ഞ് നിൽക്കുവാണേ. ട്രൈപോഡ് എടുത്തിട്ടുണ്ട് കൈസ്. അപ്പോൾ ഈ സംഭവം ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ എന്തായാലും അത് കയ്യിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മുളക് പറിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനിയും കുറച്ചുകൂടി മുളക് പറിക്കാണ്ട്. അപ്പോൾ എന്തായാലും പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ. അപ്പോൾ എന്തായാലും പറിച്ച മുളക് നമുക്ക് നന്നായിട്ട് ഉണക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറിച്ചതല്ല. അപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് നല്ല രീതിയിൽ വെയിലായിട്ട് നമ്മുടെ തലയ്ക്ക് മുകളിലാണ് കേട്ടോ സൂര്യൻ നിൽക്കുന്നത്. അമാതിരി വെയിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്നൊന്ന് നിരത്തിയിട്ട് താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ നെറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ 10 മീറ്റർ ഗ്രീൻ നെറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നല്ല വെയിലായതുകൊണ്ട് നമുക്ക് എന്തായാലും ഗ്രീൻ നെറ്റ് വിരിച്ചിട്ടിട്ടാലും പെട്ടെന്ന് തന്നെ ഉണങ്ങുമല്ലോ. എന്നാലും നമുക്ക് ഗ്രീൻ നെറ്റ് നല്ല രീതിയിൽ ഒന്ന് വിരിച്ചു കൊടുക്കാം. രാവിലെ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചായയൊന്നും കുടിക്കാതെയാണ് ഈ വെയിലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തളർന്നു വീഴും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര ശക്തിയായിട്ട് വെയിലിന്. അതുപോലെ ഇത്രയും ശക്തിയുള്ള വെയിൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ പുറത്തിറക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ആൺകുട്ടികളൊന്നും അങ്ങനെ പുറത്തിറക്കാറില്ല. നല്ല വെയിൽ ശക്തിയൊക്കെ താന്നിട്ട് നമ്മൾ അവളെ പുറത്തിറക്കാറുള്ളൂ. കാരണം പിള്ളേർക്ക് പെട്ടെന്ന് പ്രതിരോധ ശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സൂര്യാഘാതം ഏൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നല്ല വെയിൽ തന്നെയാണ് നമുക്ക് പോലും ഇവിടെ. എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടാളും കൂടി ഇതൊന്ന് നന്നായിട്ട് ഈ ഒരു ഗ്രീൻ നെറ്റ് ഒന്ന് വിരിച്ചിടട്ടെ. അപ്പോൾ വിരിച്ചിട്ടിട്ട് നമുക്ക് അതിൻ്റെ മേളിലിട്ടിട്ട് ഉണക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡെയിലി പറിക്കുന്ന കുരുമുളക് അന്ന് തന്നെ ടെറസിൻ്റെ മേലേക്ക് കയറ്റിയിട്ട് ഉണക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസമൊക്കെ കൂടുമ്പോൾ ഒരുമിച്ചിട്ടിട്ടാണ് ഉണക്കാറ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് നമ്മൾ എടുത്തിട്ട് വരണ്ടോ. മറ്റേതാണെങ്കിൽ ഒരുമിച്ചിട്ട് 2 ദിവസത്തേക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ചുണ്ടാകുമല്ലോ. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കയറുന്ന ആ ഒരു ബുദ്ധിമുട്ട് കൂടി ഒഴിവാക്കാമല്ലോ. പിന്നെ എല്ലാ ദിവസത്തിനും അപേക്ഷിച്ച് കാറ്റ് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഗ്രീൻ നെറ്റ് വിരിച്ചിടാനായാലും അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ വിരിക്കുന്നതിനനുസരിച്ച് മറ്റേ സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ പാറും. അപ്പം എന്തായാലും ഇന്ന് കുറച്ച് കാറ്റ് കുറവുള്ളതുകൊണ്ട് നമുക്കൊന്ന് റെഡിയാക്കി ഇടട്ടെ ഇതൊക്കെ ഒന്ന്. അപ്പം ഇന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള 2 ദിവസത്തെ നല്ല രീതിയിൽ വെയിൽ, ഈ ഒരു വെയിൽ കിട്ടിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുരുമുളക് ഉണങ്ങി കിട്ടും. കാരണം നല്ല ശക്തിക്കുള്ളൊരു വെയിലാണല്ലോ. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി. ഇന്ന് നമുക്ക് പറമ്പിൽ പറിക്കാൻ വേണ്ടിയിട്ട് ആളിട്ടേ കുരുമുളകൊക്കെ. അപ്പം എന്തായാലും അതൊക്കെ പറിച്ച ശേഷം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. നമ്മൾ ഗ്രീൻ നെറ്റ് നല്ല രീതിയിൽ വിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് കുരുമുളക് ഒന്ന് നിരത്തണം. അപ്പം എന്തായാലും നമുക്ക് ഓരോ ചാക്കായിട്ട് കുറച്ചായിട്ട് നിരത്തി തുടങ്ങാം. ഒരു ചാക്കിൽ ഫുള്ളായിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ നെറ്റിലേക്ക് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഇട്ടത് ഫുള്ളായിട്ടൊന്ന് നിരത്തി കഴിഞ്ഞതിന് ശേഷം അടുത്ത കൊട്ടാന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഫുള്ളായിട്ട് ഒരുമിച്ച് അങ്ങ് കൊട്ടിയിട്ട് നിരത്താൻ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടാസ്ക് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഓരോ സൈഡ് തീർത്തുനിന്ന് നിരത്തിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണല്ലോ. അതേപോലെ തന്നെ ഞാൻ നിരത്താൻ വേണ്ടിയിട്ട് ഒരു കമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നീളത്തിലൊരു കമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് വേണ്ട ഒരു ലെവലിൽ നമുക്ക് നിരത്തി കൊടുക്കുകയും ചെയ്യാം. മറ്റേതാകുമ്പോൾ
കുരുമുളകൊക്കെ ഒത്തിരി കട്ടിക്കിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങില്ലല്ലോ. എന്തായാലും നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് എന്തായാലും അടിയൊക്കെ ഒന്ന് ഇളക്കിയിടണം. അങ്ങനെ ഇളക്കിയിടുവാണെങ്കിൽ നമുക്ക് ആ ചൂട് കയറാത്ത സ്ഥലമൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ചൂട് കയറിയിട്ട് എല്ലാം ഒരേ ലെവലൊന്ന് ഉണങ്ങി കിട്ടുമല്ലോ. എന്നാലും ഞാൻ ഒത്തിരി കട്ടിക്കല്ല കേട്ടോ ഇപ്പോൾ ഇടുന്നത്, പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവലിലാണ് ഇടുന്നത്. അതേപോലെ തന്നെ ഗ്രീനേറ്റിൻ്റെ ഇല്ല ആ ഭാഗത്തൊന്ന് കൈ വെച്ചിട്ടാണ് പരത്തി കൊടുക്കുന്നത്. കുരുമുളക് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രീനേറ്റിൻ്റെ പുറത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരേ ലെവലൊന്നും ആക്കട്ടെ. അപ്പോൾ ഇവിടെ തറയിലൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. നമ്മുടെ ഗ്രീനേറ്റിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ ചൂട് കയറി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് തന്നെ നിരത്താം. ഇപ്പോൾ പൊതുവേ എല്ലാവരുടെയും വെയിലിന് ഭയങ്കര ശക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പൂച്ചെടി ആയ പോലും രാവിലെയൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ ഒരു 10-11 മണിയാകുമ്പോഴത്തേനും പിന്നെ വാടിയ പോലെ ഉള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് വെയിലാണ്. അങ്ങനെ നമ്മളത് ഈ ഒരു സംഭവം വെച്ചിട്ട് ഫുള്ളായിട്ട് കുരുമുളക് നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെയിലുണ്ട് കിട്ടുമ്പോൾ നമുക്ക് വെയിലിൻ്റെ ഒരു ചൂട് നമുക്ക് പറ്റാതായിട്ട് അത്രയും നല്ല വെയിൽ തന്നെയാണ്. അതിനാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കമ്പെടുത്തുകൊണ്ട് നമുക്ക് അധികം സമയം വേണ്ടി വന്നില്ല, പെട്ടെന്ന് നമുക്ക് നിരത്താൻ പറ്റി. മറ്റേത് നമ്മൾ കൈ വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് ടൈം ആകുമല്ലോ. അപ്പോൾ എന്തായാലും നല്ല വെയിലുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് മുളക് ഉണങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇടയ്ക്ക് വന്ന് ചിക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഇടയിലൊക്കെ കുറച്ച് തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ചൂടടിച്ച് അതുകൂടി പെട്ടെന്ന് തന്നെ ഉണങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അധികം ചൂട് കയറില്ലല്ലോ. അപ്പോൾ എന്തായാലും അടിയൊന്ന് ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇളക്കിയിടാൻ നമുക്ക്. അതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ നെറ്റിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ കട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റ് വന്നാലും നമുക്ക് പേടിക്കണ്ടല്ലോ. അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും. നല്ല കാറ്റത്ത് ഫുൾ അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെറുക്കിയെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇഷ്ടികയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ല വെയിലായിരുന്നു. വെയിലത്തിന് പതുക്കൊന്നും കിട്ടട്ടെ. അപ്പോൾ നല്ല വെയിലുള്ളതിനെ പെട്ടെന്ന് ഉണങ്ങട്ടെ കുരുമുളകൊക്കെ അല്ലേ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ നിരത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവിടെ കിടന്ന് ഉണങ്ങട്ടെ അത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം മുളക് ഫുള്ളായിട്ട് തിരിന്ന് വേർതിരിച്ച് മണി ആക്കിയിട്ടുള്ളത് ഇപ്രാവശ്യം മെഷീൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. കാരണം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് തന്നെ കാലോട്ട് ചവിട്ടിയിട്ട് തന്നെ ഫുള്ളായിട്ട് മണിയിൽ നിന്ന് വേർതിരിക്കണം. അപ്പോൾ അത് ഒരുപാട് നേരത്തെ ടൈം വേണം. മാത്രമല്ല നമുക്കായാലും ഒരുപാട് നമ്മുടെ കാലാണെങ്കിലും ഒരുപാട് പെയിൻഫുള്ളൊക്കെ ആവും. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം മെഷീൻ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് എളുപ്പമുണ്ട്. അപ്പോൾ ആ മെഷീൻ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ഈ ഒരു വെയിലത്ത് നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തളർന്ന് ഇവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ വെയിലൊക്കെ കൊണ്ടിട്ട് വീട്ടിലെത്തിയിട്ടിട്ടാലും വീട്ടിലെത്തിയപ്പോൾ നല്ല രീതിയിൽ ദാഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറെ നമ്മൾ നല്ല രീതിയിൽ വെയിലത്തായിരുന്നുണ്ട് ഇത്രയും നേരം. അപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് കുടിക്കാൻ വേണ്ടി പോണത്. നമ്മൾ ഇത്രയും നേരം ആ വെയിലത്ത് നിന്നിട്ട് നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോൾ മനസ്സിനൊക്കെ പ്രത്യേക ഒരു നല്ലൊരു തണുപ്പ് കിട്ടും ശരീരത്തിനും മൊത്തത്തിലും. ഒരു പ്രത്യേക എനർജി കിട്ടിയ പോലെ ഇട്ട് ഗൈസ്. അതേപോലെ തന്നെ നോക്കി എൻ്റെ പുറകിലൊരു കൊട്ടയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കൊട്ട നമ്മൾ അമ്പലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചാണകമൊക്കെ മെഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അമ്പലത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രതിഷ്ഠ ആവാനായിട്ടുണ്ട്. അതായത് നാളെയാണ്, അതായത് എല്ലാ വർഷത്തിലും 6-ാം തീയതിയാണ് നമ്മൾ പ്രതിഷ്ഠ ആയിട്ട് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ മാർച്ച് മാസം 6-ാം തീയതി. അപ്പോൾ എന്തായാലും നാളെയാണ് ആ ഒരു ദിവസം. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു കൊട്ട നമ്മൾ നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൂ പറിക്കാനൊക്കെയാണ് ഈ ഒരു കൊട്ട യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഗണപതി ഹോമത്തിനായാലും പൂജയ്ക്കൊക്കെ ആയാലും നമുക്ക് ഒരുപാട് പൂ വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ തെച്ചിപ്പൂലൊക്കെ മരുന്നടിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ പൂവൊക്കെ ഇടും. അപ്പോൾ തുളസി ഒരുപാട് പൂക്കളൊക്കെ വേണം. അപ്പോൾ മാല കെട്ടാൻ മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊട്ട എന്തായാലും ചാണകമൊക്കെ മെഴുകി വെയിലത്ത് വെച്ച് നല്ല ഉണക്കി എടുത്തിട്ടുള്ളതാണ്. എന്തായാലും ഇതിൽ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മുടെ കുരുമുളക് നിരത്തിലും പരിപാടികളൊക്കെ കഴിഞ്ഞേ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോണത് ഇങ്ങോട്ട് തന്നല്ലേ. ഇപ്പോൾ പോണത് നമ്മൾ അമ്പലത്തിലേക്കാണ്. നാളെ ആട്ടോ നമ്മുടെ അമ്പലത്തിൽ പ്രതിഷ്ഠ. അപ്പോൾ 6-ാം തീയതി ആണല്ലോ നാളെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പൂ പറിക്കാനും പൂമാല കെട്ടാനും. അപ്പോൾ അവിടെ പന്തലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടും മാമന്മാരൊക്കെ കൂടി. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്കൊന്ന് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ അമ്പലത്തിൻ്റെ അവിടെ തന്നെ ഉണ്ട് അത്യാവശ്യം തെച്ചിപ്പൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളി എടുക്കണം. അപ്പോൾ എന്തായാലും ഒക്കെ നോക്കാം. അപ്പോൾ അത് എന്നെക്കാളും മുന്നേ ഇവിടെ അച്ഛമ്മയും അതുപോലെ തന്നെ നമ്മുടെ ആവണിക്കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂവൊക്കെ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആവണിക്കുട്ടി ഫുള്ള് ബിസിയാണല്ലോ. എന്താ പരിപാടി? പൂ പറിക്കുവാണോ സുത്ത്? പൂ പറിക്കുകയാണോ? ഒരു ഹായ് പറയോ? ഒരു ഹായ് പറയോ? ഹായ് ഹായ്. പൂ പറിച്ചോ? അമ്മ ഇപ്പോൾ വരാം. അപ്പോൾ ഇത് അമ്മയും ആവണിക്കുട്ടി കൂടി പൂ പറിക്കണം. അപ്പോൾ എന്തായാലും നമുക്കും കൂടി ഒന്ന് പൂവൊക്കെ പറിക്കാം. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ വഴിയൊക്കെയായാലും നമ്മൾ ഫുള്ളായിട്ടിനെ അടിച്ച് ചെത്തി പുല്ലും കാര്യങ്ങളും ഫുള്ളായിട്ടിനെ കളഞ്ഞിട്ട് ആ ചാണകമൊക്കെ ഒന്ന് തളിച്ചിട്ടിരിക്കുവാണേ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. അപ്പോൾ പൊടിയൊക്കെ പാർന്നുകൊണ്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ തളിച്ചതിന് ശേഷമാണ് അടിച്ചു വരില്ല. അപ്പോൾ എന്തായാലും
ചാണകമൊക്കെ ഒന്ന് തളിച്ചിട്ടതിന് ശേഷം അത്ര അങ്ങ് പൊടിയൊന്നുമില്ല. ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ടേ. അപ്പോൾ ഇവരിതാ ഇത്രത്തോളം പൂ പറിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ബാക്കി കൂടി നമുക്കൊന്ന് പറിക്കണം. തെച്ചിപ്പൂവാണേ പറിച്ചിട്ടുള്ളത്. എന്നാലും ബാക്കി നമുക്ക് 2-3 ഐറ്റം പൂവൊക്കെ പറിക്കാണ്ട്. അപ്പോൾ എന്നാലും അതൊക്കെ ഒന്ന് പറിക്കാം. ആവണിക്കുട്ടി എവിടെ പോവാ? ആവണിക്കുട്ടി എങ്ങോട്ട് പോണേ? അപ്പോൾ ഇതാ നമ്മുടെ ആവണിക്കുട്ടി ഇതുവഴി ഇങ്ങനെ നടക്കുന്നു കേട്ടോ. ആൾക്ക് ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഴ്ചയും ആൾക്കുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വീണാലും ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ആവണി ഒരു ഹായ് കൊടുക്കുവോ? ഇവിടെ 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 ആവണിക്കുട്ടി ഈ വരുന്നതിന്റെ ഉദ്ദേശം അവള് തെച്ചിപ്പൂ പറിച്ച് സഹായിക്കാൻ വേണ്ടി വരുന്നതാണേ. പൊന്നെ എങ്ങോട്ടാ പോണേ? ഏതാ അമ്മയും ഒരു സൈഡിൽ നിന്ന് പൂവൊക്കെ പറിക്കുന്നുണ്ട്. ശുന്തിരി എങ്ങോട്ടാ? താഴേക്ക് ഇറങ്ങാം. അമ്മ താഴേക്ക് പോവാ. അപ്പൊ നമ്മള് രാവിലെ കാണിച്ചിട്ടുള്ള കൊട്ട ഉണ്ടല്ലോ, അപ്പൊ ആ കൊട്ടയിലാട്ടോ നമ്മൾ പറിച്ചിടുന്നത്. അപ്പൊ ഇങ്ങനെ പൂ പറിക്കാനൊക്കെ നമുക്ക് ഒരുപാട് പൂടെ ആവശ്യമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പ്രതിഷ്ഠയുടെ ഒക്കെ ഒരു സമയമാകുമ്പോൾ അപ്പൊ നമുക്ക് ചെറിയ കവറിലൊക്കെ പറിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആവില്ല. അപ്പൊ നല്ല കൊട്ടയിടയ്ക്ക് കുറച്ചുകൂടി നല്ലതല്ലേ. അപ്പൊ ഞാനിപ്പോ തെച്ചിയൊക്കെ നമ്മളിതാ അത്യാവശ്യം നല്ല വിരിഞ്ഞിട്ടുള്ള കൊണ്ട നോക്കിയിട്ട് പറിച്ചിടുവാണേ. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരുക്കിയെടുക്കാറുണ്ട്. ആ മൊട്ടില്ലാതെ വേണം നമുക്കിവിടെ മൊട്ടെടുക്കില്ല കേട്ടോ. അപ്പോൾ വിരിഞ്ഞ പൂ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പം അതേപോലെ ഒന്ന് വേർതിരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കുറച്ച് പൂവൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ബാലൻസ് മാത്രം പറിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ മരുന്നൊക്കെ അടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂ പ്രാവശ്യം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ പ്രതിഷ്ഠയുടെ സമയമാകുമ്പോൾ ഒരുപാട് പൂ വേണമല്ലോ ഗണപതി ഹോമത്തിനും. അതുപോലെ തന്നെ നമുക്ക് പൂജയ്ക്കായാലും മാല കെട്ടാനൊക്കെ ഒരുപാട് പൂവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് എവിടെയും പോകേണ്ട പൂവിനൊന്നും നമ്മുടെ അമ്പലത്തിൽ തന്നെ ഉണ്ട് അത്യാവശ്യം പൂ. ഒട്ടും വാടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവാണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു പരിപാടി, നമ്മൾ ഈ പറിച്ചെടുത്തിട്ടുള്ള പൂവുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ആ ഒരു മൊട്ടൊക്കെ എന്തായാലും കുറച്ചൊക്കെ ഇടയിലുണ്ടാകും. തെച്ചിപ്പൂവാണല്ലോ. അപ്പോൾ ആ ഒരു മൊട്ടിൽ നിന്നൊക്കെ വേർതിരിച്ച് വിരിഞ്ഞ പൂ മാത്രമായിട്ടൊന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് വേണ്ടത്ര പൂ നമ്മളിതാ പറിച്ചെടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പം ഇനി അടുത്തൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ പറിച്ചെടുത്ത പൂവുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വയലൻ്റ് ആവുന്നുണ്ട്. ഈ പറിച്ചെടുത്ത പൂവിൽ നിന്ന് ആ ഒരു വിരിയാത്ത മുട്ടുകൾ മാത്രമായിട്ടൊന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. കാരണം അത് കുറച്ച് അധികം നേരത്തെ ഒരു പണി കിട്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇത്രയും നേരം അമ്പലത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ നമുക്ക് കുറേ പരിപാടികളുണ്ട്. ഇനി നമുക്ക് ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പന്തലിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതുപോലെ നമ്മൾ പറിച്ചെടുത്തുള്ള പൂവിൻ്റെ അതിൽ നിന്ന് നമ്മൾ മുട്ടൊക്കെ വേർതിരിച്ച് പൂ മാത്രമായിട്ടൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി പൂവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ തുളസി ഇല പറിക്കുകയാണ്. അപ്പോൾ എന്തായാലും തുളസിയിലെ കതിരൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കതിരില്ലാതെ ആ ഇലയുടെ മാത്രമാണ് പറിക്കുന്നത്. അപ്പോൾ തുളസിമാല കെട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പൂജയ്ക്കും കുറച്ച് തുളസിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ അപ്പോൾ തുളസിയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. തുളസി മാത്രമല്ല, നമുക്ക് ഇവിടുത്തെ കുറച്ച് ചെണ്ടുമല്ലിയൊക്കെ പറിക്കണം. അപ്പോൾ ചെണ്ടുമല്ലിയുടെ മാലയൊക്കെ കെട്ടാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറേ പണികളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 6 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയൊക്കെ പണികളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് വഴിയെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.